ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മഴ ആദ്യത്തെ 3-4 ദിവസങ്ങളിലും അല്ലെങ്കിൽ 1-2 ആഴ്ചകളിലൊന്നും പെയ്തില്ല അല്ലേ. ചെറിയ രീതിയിൽ ഒരു ചാറ്റൽ മഴയും, പിന്നെയാണെങ്കിൽ നല്ല വെയിലും, ഉച്ചയ്ക്ക് നല്ല ചൂട്, രാത്രി ചൂട്, അങ്ങനെ കാലാവസ്ഥ മൊത്തത്തിൽ തകിടം മറിഞ്ഞിരിക്കുകയാണല്ലോ അല്ലേ. ഇപ്പം കണ്ടില്ലേ, ഫുൾ മഴയാണ്. നമ്മുടെ മേപ്പാടിയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി, ഒരുപാട് പേര് മണ്ണിനടിയിലായി. രക്ഷാപ്രവർത്തനം നടക്കുന്നു. എന്തായാലും മനസ്സിന് വിഷമം നൽകുന്ന ഒരു വാർത്തയാണല്ലേ ഇങ്ങനെ മണ്ണിടിച്ചിലും ദുരന്തങ്ങളൊക്കെ. അപ്പം മഴ എന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ചാണ് ഒരാൾക്ക് ഇഷ്ടമാവുന്നതും പ്രശ്നമാവുന്നതും ദുഃഖകരമാവുന്നതൊക്കെ അല്ലേ. അപ്പം എല്ലാം സേഫായിട്ടിരിക്കുന്നവർക്ക് മഴ ഒരു ആനന്ദം തന്നെയാണ്. പക്ഷേ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഇതെല്ലാം ഒരു പ്രശ്നം തന്നെയാണല്ലേ. മഴക്കാലമാകുമ്പോൾ വീട്, പാർപ്പിടങ്ങൾ ഇതൊന്നും ഇല്ലാത്തവർക്കൊക്കെ വളരെ പ്രശ്നങ്ങൾ തന്നെയാണ്. യാത്രാ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പോൾ എന്തൊക്കെയായാലും എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു മഴ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ എല്ലാ ദിവസവും പതിവ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാപ്പി വയ്ക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക, പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപ്പേരി വെക്കുക. അധികവും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കുട്ടികൾക്ക് അധികം അങ്ങനത്തെ പച്ചക്കറികളോടൊന്നും വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഒരു സൈഡായിട്ട് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ രാവിലത്തെ ആ ടിഫിനിൽ ചോറാക്കുന്ന വരെയുള്ള ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ അത് എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്നൊരു സംഭവമായിരിക്കും. കുട്ടികൾക്ക് എന്താണ് ടിഫിനിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താകും, ഒരാശങ്ക തന്നെയാണ്. പക്ഷേ വീട്ടമ്മമാരെങ്ങനെയായാലും ആ കൃത്യസമയത്ത് എല്ലാവരും മുമ്പിലും വിഭവങ്ങൾ എത്തിക്കുമല്ലോ. അതിനിടയ്ക്ക് എല്ലാ പണികളും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ എന്ത് ജോലികളും അടുക്കും ചിട്ടയിലും ചെയ്താൽ നമുക്ക് ഓവർലോഡ് വരില്ല. നമുക്ക് എന്ത് പണിയും വളരെ ഈസിയിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു പണിയും മാറ്റി വയ്ക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയം തന്നെ ആ പണികളൊക്കെ അങ്ങ് ചെയ്ത് തീർത്ത് വെക്കുക. അല്ലാതെ അടുത്ത ദിവസത്തേക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തുണി മടക്കലൊക്കെ തന്നെ വീട്ടമ്മമാർ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്കൊരു ചെയർ അതിനായിട്ടുണ്ടാവില്ലേ. ഉണങ്ങിയ തുണികൾ കൂട്ടിയിടാനായിട്ടൊരു ചെയർ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഡെയിലി അതൊന്ന് പോയി മടക്കി വെച്ചാൽ ആ പണി അവിടെ തീരുന്ന പരിപാടിയുള്ളൂ അല്ലേ. പിന്നെ വേറെ എന്ന് വെച്ചാൽ, കുട്ടികൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഓവർ ടൈം സ്ക്രീനിന് മുമ്പിൽ ചിലവഴിക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വേഗം പണിയൊക്കെ തീർത്തിട്ട് അവരുടെ കൂടെ വല്ല പെയിൻറ്റിങ്ങിനോ അതുപോലെ ഫുട്ബോൾ കളിക്കാനോ വായനയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവരുടെ മൈൻഡിനെ ഒന്ന് മാറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിൽ കുറേ ടൈം അങ്ങനെ പോകും. രാവിലെ എഴുന്നേൽക്കുക, ബെഡ്ഷീറ്റ് മടക്കി വെക്കുക, സ്വന്തം കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുക. അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ബാഗുകൾ, ടൈം ടേബിൾ അതുപോലെ കറക്റ്റ് സമയത്ത് എടുത്ത് വെക്കുക. സ്കൂൾ വിട്ട് വന്നാൽ ടിഫിൻ ബോക്സ് കഴുകി വെക്കുക. സ്വന്തമായിട്ട് അവർ കുളിക്കുക. ചെറിയൊരു 10 വയസ്സിനുള്ള കുട്ടികളാണെങ്കിലാണ് കേട്ടോ പറഞ്ഞത്. ഇതിനൊക്കെ പ്രാക്ടീസ് കൊടുത്താൽ കുറേ ടൈം അവരുടെ മൈൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അല്ല നമ്മളെല്ലാം പാരൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡ് തന്നെ വേഗം പണി കഴിക്കുക, അവർ സ്ക്രീനിൻ്റെ മുമ്പ് പോയിരിക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു വശം കൂടെ ക്ലിയറായി കിട്ടും. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചിരുന്നൊന്ന് ഫുഡ് കഴിക്കുക. പല വീടുകളിലും അത് കിട്ടാറില്ല അല്ലേ. ജോലി കാര്യങ്ങൾ, പല കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പഠിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കുന്ന സമയവും വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളെ ലൈഫിനെ നല്ല രീതിയിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഏറെക്കുറെ എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നവരായിരിക്കും. എന്നാലും നമ്മുടെ എത്ര തിരക്കിനുള്ളിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തി ആ സന്തോഷങ്ങളെ മനസ്സിലാക്കി ലൈഫ് നല്ല രീതിയിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പം എൻ്റെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.